Next player Dane Saju. എറണാകുളം ജില്ലക്കാരനാണ്, പിറവത്തുകാരനാണ്. ബോസ്നിയൻ അക്കാദമിയിൽ കളിച്ച ഡെയ്ൻ സജു on the stage. Jersey number 14. Welcoming Mohammad Riyaz Piti winner. പാലക്കാട് ജില്ലയിലെ ഇളയൂർ സ്വദേശിയാണ് മുഹമ്മദ് റിയാസ് പിറ്റി, ജേഴ്സി നമ്പർ 18. Jersey number 27, Hafiz P.A. striker. He is wearing jersey number 5, center back. വിയറ്റ്നാം ലീഗിൽ നിന്നാണ് കേരളത്തിലേക്ക് വരുന്നത്. He played in Belgium second division with Royal Antwerp also. Welcoming Papi Abdullaye. Jersey number 5. Papi is from Senegal. ദക്ഷിണ ആഫ്രിക്കൻ രാജ്യമായ ലയൺസ് ഓഫ് തെലങ്കാന എന്ന് വിളിക്കപ്പെടുന്ന സെനഗലിന്റെ താരം from the land of Savio. Left back മലപ്പുറം ജില്ലയിലെ വളാഞ്ചേരി സ്വദേശി. വളം എന്നാൽ ഐശ്വര്യം എന്ന അർത്ഥം കൂടി മലയാളത്തിൽ വളം എന്ന വാക്കിനുണ്ട്. വളം 5 ചേരി വളാഞ്ചേരി. വെൽക്കമിംഗ് മുഹമ്മദ് സാലിം. മുഹമ്മദ് സാലിം in jersey number 12 for Calicut FC. He is from Ghana. ആഫ്രിക്കയിൽ ഏറ്റവും കൂടുതൽ ഗോൾഡ് മൈൻസ് ഇരിക്കുന്നത് ഘാനയിലാണ്, നമുക്കറിയാം. നമ്മൾ KGF എന്ന് പറയുന്നത് പോലെ CGF കാലിക്കറ്റ് ഗോൾഡ് മൈനിൽ നിന്നും സൂപ്പർ ലീഗിന്റെ സ്വർണ്ണ ഖനി തുറന്ന് നമുക്ക് കിരീടം കൊണ്ടുവരാൻ ഞങ്ങൾ അവതരിപ്പിക്കുന്നു ജെയിംസ് അഗിൽകും കുട്ടി from Ghana defensive midfield. ISL പ്രേക്ഷകർക്ക് സുപരിചിതമായ നാമമാണ്. Because he was with Kerala Blasters and teams like North East United. ശരിക്കും പറഞ്ഞാൽ നമ്മൾ മലയാളത്തിൽ ഹരിശ്രീ എഴുതുന്ന സ്ഥലം തുഞ്ചൻ പറമ്പിലാണ്. തുഞ്ചൻ പറമ്പിൽ ഹരിശ്രീ കുറിക്കാനാണ് നമ്മൾ എല്ലാ വർഷവും പോകുന്നത്. അതേപോലെ സൂപ്പർ ലീഗ് കേരളയിൽ ഹരിശ്രീ കുറിക്കുന്ന
കളിക്കുന്ന കാലിക്കറ്റ് എഫ്സിക്ക് തിരൂരിൽ നിന്നും ഒരു കളിക്കാരനെ കിട്ടുകയാണ്. None other than center back Abdul Hakim. ഇടവേള സമയത്ത് ഒരു ഗോളിന് പിന്നിട്ട് നിന്ന കേരള ബ്ലാസ്റ്റേഴ്സ് ആ മത്സരം 2-1 ജയിക്കും. ശരിക്കും 2016 ISL ഫൈനൽ കളിച്ച കേരള ബ്ലാസ്റ്റേഴ്സിന്റെ തിരിച്ചുവരവ് ആരംഭിക്കുന്നത് ആ എവേ വിന്നോട് കൂടിയായിരുന്നു. ആ എവേ വിന്നിന് കാരണക്കാരനായി ഈക്വലൈസർ അടിച്ച മനുഷ്യൻ, ആ താരം ഇന്ന് കാലിക്കറ്റ് എഫ്സിയുടെ താരമാണ്. അന്ന് അദ്ദേഹം ആ ഗോൾ അടിക്കുമ്പോ ഞാൻ പറഞ്ഞ കമന്ററി നിങ്ങൾക്ക് ഓർമ്മ കാണും. ഞാൻ ഓർത്തെടുക്കാൻ ശ്രമിക്കുകയാണ്. ചക്രവാള സീമയിൽ നിന്നും അളവറ്റ ഊർജവുമായി ഭൂമിയിലേക്ക് പതിക്കുന്ന കൊള്ളിയാൻ മീനുകളുണ്ട്. അത്തരത്തിലൊരു കൊള്ളിയാൻ ഗോവയിലെ ഫത്മർഡ സ്റ്റേഡിയത്തെ സ്പർശിച്ച് കടന്നുപോയിരിക്കുന്നു. വെൽക്കമിംഗ് ദ ഹിന്ദി ഇന്റർനാഷണൽ കെൽവൻസ് ബെൽജോ. ജംഷഡ്പൂരിനും കളിച്ചതിന് ശേഷം ഇന്തോനേഷ്യൻ ലീഗ്. Now I call upon another famous footballer from Ghana in jersey number 23. ഗോൾഡൻ ബോയ് സുവർണപുത്രനായി മാറട്ടെ. വെൽക്കമിംഗ് താഹിർ സുമാ. മറ്റൊരു ഖാന താരത്തെയാണ് വേദിയിലേക്ക് വിളിക്കുന്നത്. ഫ്രം ഗാന, റിച്ചാർഡ് ഓസെ. നിങ്ങളുടെ നാട്ടുകാരനാണ്, കോഴിക്കോട്ടുകാരനാണ്, വടകരക്കാരനാണ്. വെൽക്കമിംഗ് ദ മിഡ്ഫീൽഡർ ഫ്രം വടകര കോഴിക്കോട്, ഗനി നിക്കം. കേരള യുണൈറ്റഡിന്റെ പ്ലെയർ ആയിരുന്നു. സന്തോഷ് ട്രോഫി ചാമ്പ്യൻ പ്ലെയർ ആണ്. പൊഴിയൂരിലാണ്, അതായത് പശ്ചിമഘട്ടത്തിൽ ഉത്ഭവിച്ച നെയ്യാർ നദി അറബിക്കടലിൽ ചേരുമ്പോൾ പൊഴിക്കര എന്നർത്ഥമുള്ള പൊഴിയൂരിൽ തീർച്ചയായും ഫുട്ബോൾ വില്ലേജിൽ ഓൾറെഡി ബ്രിട്ടോയുടെ നാട്ടുകാരും കൂടിയാണ്. വെൽക്കമിംഗ് ദ മോസ്റ്റ് എക്സ്പീരിയൻസ്ഡ് മനോജ്. jersey number 31 for
After Mano, now I will call somebody from 36. Will be the captain of Calicut FC in the Super League. ഏറ്റവും പരിചയസമ്പന്നനായ നായകൻ നമ്മൾ എങ്ങനെയാണ് മറക്കുക? How can we forget his performance? കേരളം മഞ്ചേരി 2022 സന്തോഷ് ട്രോഫി നേടിയപ്പോ കേരളത്തിന്റെ നായകനായി നിന്ന് സന്തോഷ് ട്രോഫിയിൽ മുത്തമിട്ട് എല്ലാവരും സ്നേഹത്തോടെ ടുട്ടു 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 എന്ന് വിളിക്കുന്ന റെക്കോർഡിക്കൽ നെയിം. പക്ഷേ ഈ സീസണിൽ നമ്മൾ ടുട്ടുവിന്റെ പേര് മാറ്റും. ബിക്കോസ് ഇന്ത്യൻ ഫുട്ബോളിൽ ആകപ്പാടെ ഇതേവരെ ഒരേ ഒരു JJ മാത്രം ഉണ്ടായിരുന്നുള്ളൂ. JJ only one. ആ JJക്ക് പകരം JJ രണ്ടാമനായി നിങ്ങൾ അറിയപ്പെടണം. വെൽക്കം